ഈ ഒരു ചടങ്ങ് തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ഥിരം ഒരു സിനിമ ലോഞ്ചിന്റെ സ്വഭാവമല്ല, ഭയങ്കരമായിട്ടുള്ള ഒരു ഔപചാരികതയോ ഒന്നുമില്ല. അത് അനസിന്റെ സംസാരത്തിലാണെങ്കിലും ആങ്കർ സനയുടെ സംസാരത്തിലാണെങ്കിലും നമ്മുടെ പ്രസന്റേഷൻ രീതികളിലാണെങ്കിലൊക്കെ ഒരു ലാളിത്യവും ഒരു ജെനുവിനിറ്റിയും ഉണ്ട്. മനസ്സിന്റെ ഭാഷയിലാണ് അവരൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു സിനിമ, ഞങ്ങളുടെ മനോരാജ്യം. ഈ സിനിമയിലേക്ക് ഞാൻ വരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റാണ്. ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യണം എന്നുള്ളൊരു കൊതി എനിക്ക് മനസ്സിൽ വന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. റഷീദക്ക് അതിൻ്റെ ഒരു ത്രെഡ് പറഞ്ഞപ്പോൾ ഒരു രസം തോന്നിയിരുന്നു. പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് എക്സൈറ്റ്മെന്റ് വന്നത്. ജനറലി ചില സിനിമകളൊക്കെ നമ്മൾ ത്രെഡ് കേൾക്കുമ്പോൾ എക്സൈറ്റ്മെന്റും സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഓക്കെയും തോന്നുന്ന സമയത്ത് ത്രെഡ് കേൾക്കുമ്പോൾ തിരക്കേടില്ല എന്നുള്ളതും സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റും തോന്നിയൊരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ ചെയ്യണം എന്ന് അത്രയും ആഗ്രഹം വന്നു. പിന്നെ ഈ സിനിമ എന്നെ തേടിയെത്തിയത് ഞാൻ മലയാളത്തിലൊരു സിനിമ നായകനായിട്ട് ചെയ്യാൻ കൊതിച്ചിരിക്കുന്ന സമയത്തുമാണ്. ഞാൻ തെലുങ്ക് സിനിമകളാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത്. തെലുങ്കിൽ എൻ്റെ ഏകദേശം 5ഓളം സിനിമയായി. ഞാൻ തെലുങ്കിൽ നായകനായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാനിയെ പോലെയുള്ള വലിയ ആക്ടേഴ്സിന്റെ പ്രൊഡക്ഷൻ ഹൗസിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും അവിടെയാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമ നടൻ എന്നുള്ള രീതിയിൽ ഒരു ബ്രേക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഞാൻ ഇവിടെ മലയാളത്തിൽ ഞാൻ ഒരു സ്ട്രഗ്ലിംഗ് സ്പേസിലേക്ക്, അല്ലെങ്കിൽ ഞാൻ എന്നെ പ്രൂവ് ചെയ്യേണ്ട ഒരു സ്പേസിലേക്കാണ് നിൽക്കുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ചെയ്യണോ, അവിടെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വലിയ വലിയ ആക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ നായകനായിട്ട് അഭിനയിക്കാനൊക്കെ കിട്ടുമ്പോൾ അതല്ല ഈസിയർ എന്ന് തോന്നിയെങ്കിൽ പോലും ഇങ്ങനൊരു കഥ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ജിപി നിങ്ങൾ ഇവിടുത്തെ ആളല്ലേ, നിങ്ങളെന്താ ഇവിടെ പടം ചെയ്യാത്തത് എന്നും കൂടി പല ആൾക്കാർ ചോദിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇവിടുത്തെ ആൾക്കാർ ചോദിക്കുന്നേക്കാൾ കൂടുതൽ ആൾക്കാർ എന്നെ കാണുക, ഇവിടുത്തെ ആൾക്കാരുടെ മുമ്പിൽ ഇവിടുത്തെ എന്റർടൈൻമെന്റിന്റെ ഭാഗമാകുക എന്നുള്ളത് എന്റെ വലിയ ആഗ്രഹം തന്നെയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇത് നമ്മുടെ നാടാണല്ലോ. വീട്ടിലെ ഭക്ഷണത്തിന്റെ ഒരു സുഖം ഏതൊരു 5 സ്റ്റാർ ഹോട്ടലിലെ ബുഫേയിലും കിട്ടില്ലല്ലോ. അങ്ങനെയാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. വളരെ ആത്മാർത്ഥമായിട്ട് സിനിമയെ സ്നേഹിക്കുന്ന നല്ല ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ ഓസ്ട്രേലിയയിൽ ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം. അതിലെല്ലാ ക്രെഡിറ്റ്സും ഗോസ് ടു അനസ്, റഷീദ, ജിബി ആൻഡ് ദ ഹോൾ ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റി, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും. സോ അത്രയ്ക്കുള്ളൂ. സിനിമയെക്കുറിച്ച് ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു കുടുംബപടാണ്. ഈ ഇപ്പൊ കാണുന്ന പോലെ ലാളിത്യം അത് തന്നെയാണ് എൻ്റെ മുഖമുദ്ര. അപ്പോൾ നല്ലതിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാൻ കണ്ടിട്ട് അഭിപ്രായങ്ങൾ 3-4 മാസം എടുക്കും. സ്റ്റിൽ താങ്ക് യു സോ മച്ച്. ഈ പടം എന്നോട് 30 ദിവസത്തെ ഡേറ്റ് കൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. ഓസ്ട്രേലിയയിലെത്തി 18 ദിവസം ഞാൻ റൂമിലിരുന്ന് ഞാൻ ചിന്തിക്കാം, പൊടിഞ്ഞത് എന്താ സംഭവം എന്ന് അറിയാൻ ഞങ്ങൾ ടെൻഷൻ അടിച്ച് കിടക്കുമ്പോൾ ദിവസം പ്രൊഡ്യൂസർ എൻ്റെ റൂമിലേക്ക് വന്നു. യെസ് കമ്മി, ഞങ്ങൾ വന്ന് കയറി വന്ന് എന്നോട് ചിന്ത ആലോചിക്കുന്നതെന്ന്. നമ്മൾ എങ്ങനെ രക്ഷപ്പെടുന്നു അങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ ആ ആലോചന ഒഴിവായിക്കാട് ഇവിടെ ചുറ്റുപാടും കടലാണ്, എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായി രക്ഷപ്പെടുക എനിക്ക് ഷൂട്ട് കഴിഞ്ഞിട്ടാണ് പോവാന്ന്. പക്ഷെ ഷൂട്ട് തുടങ്ങിയപ്പോൾ അടിപൊളി, നല്ല അടിപൊളിയായിട്ട് വന്ന് എൻ്റെ കോമഡിക്കൊക്കെ അവിടുന്ന് ചിരിക്കുന്നുണ്ട്. തിയേറ്ററിൽ എന്താ സ്ഥിതി പഠിച്ചവർക്ക് അറിയുന്നുണ്ട്. അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായത്. ഞാൻ സെറ്റിൽ ഭയങ്കര ചിരി ഉണ്ടാവും, തിയേറ്ററിൽ നോക്കുമ്പോൾ ആ കൗണ്ടറിൽ നിന്ന് ഒരാളും ചിരിക്കുന്ന ആളല്ല. അതുപോലെ ആ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, കൂടെ ഉണ്ടാകുക. താങ്ക് യു. നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു. നന്നായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. എന്തൊക്കെയാ പരിപാടികൾ? ഒരു ചെറിയ സാഹസം, മനോരാജ്യം.
നിങ്ങളെ വിളിക്കാം. ഞങ്ങൾ ലോഞ്ചും ഇനി മറ്റേ ടീസർ ലോഞ്ചും പരിപാടിയൊക്കെ ആവുമ്പോൾ വരും എന്നുള്ളത് പറയും ചെയ്തു. സാരല്ലേ, ചിലപ്പോ ലൈഫ് അങ്ങനെയാണ്. അതൊരു സങ്കടമായിട്ടിരിക്കണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞത് കേട്ടിട്ടും റഷീദൊക്കെ പറഞ്ഞത് കേട്ടിട്ടും ഒക്കെ ഒരു ഫൺ ഫിലിമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഗംഭീരാവട്ടെ. അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മേലെയുള്ള ഒരു വിജയം കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പൊ പെൻഡുലമാണ് ലാസ്റ്റ് റിലീസായിട്ടുണ്ടായിരുന്നത്. ഇനി ആരോ എന്ന് പറയുന്ന ഫിലിം റിലീസാവാനുണ്ട്. കിങ് ഓഫ് കൊത്തയിൽ ഞാനൊരു ചെറിയ ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറഞ്ഞിട്ട് ഷാജോൻ ചേട്ടൻ്റെ ഒരു പ്രോജക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ഇന്നലെ ഡബിങ്ങിന് വന്നതാണ് കൊച്ചിയിൽ. അത് കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇപ്പം സൂൺ റിലീസിനുള്ള പ്രോജക്റ്റ്. ഒന്ന് എല്ലാ ഫിലിമും ഗംഭീര എക്സ്പീരിയൻസും, അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു വർക്ക് സ്പേസിലല്ലേ, അപ്പം എല്ലാം കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. കിങ് ഓഫ് കൊത്ത കുറച്ചും കൂടെ ഒരു വലിയ പടമായിരുന്നു. കുറേ സുഹൃത്തുക്കളുള്ള ഒരു പടമായിരുന്നു. അഭിലാഷ് ജോഷി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ, ദുൽഖർ അഭിനയിക്കുന്നു. അങ്ങനെ ഒരുപാട് വലിയ കാസ്റ്റും ഒരുപാട് പ്രതീക്ഷ ആളുകൾക്കുള്ള ഒരു പടമാണ്. അതേമാതിരി തന്നെ നമ്മളും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു ഫിലിമാണ്. കിങ് ഓഫ് കൊത്ത ഗംഭീരമായി വരും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ പടത്തിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല, ബിക്കോസ് അവരൊന്നും അതിനെപ്പറ്റി പറയാത്തത് കൊണ്ട്. വീണ്ടും അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് സന്തോഷം തന്നെയാണ്. കൊണ്ടുപോട്ടെ. ഓണം എല്ലാ പടങ്ങളും നന്നായി വരണം തന്നെയാണ് ആഗ്രഹം. കിങ് ഓഫ് കൊത്തയിൽ ഒരു പാർട്ട് ആയതുകൊണ്ട് അത് സക്സസ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സന്തോഷം ഉണ്ടാവും എന്നുള്ളതാണ്. എല്ലാവരും നമ്മളുടെ സുഹൃത്തുക്കളും നമ്മുടെ ആളുകളുടെ പടങ്ങളും തന്നെയാണ്. അപ്പം എല്ലാ പടങ്ങൾക്കും വിജയം വരണം തന്നെയാണ് ആഗ്രഹം. എല്ലാ പടങ്ങളെയും സപ്പോർട്ട് ചെയ്യും.